everyone, Aries Collegeന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് 10ാമത്തെ ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഒരു മാനേജ്മെന്റ്? നമ്മൾക്ക് അറിയാം, എന്ത് പരിപാടി നമ്മൾ നോക്കുകയാണെങ്കിലും കാണാം അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്, അവിടെ ഒരു ബോർഡ് ഉണ്ട്, അവിടെ മാനേജർ ഉണ്ട്, അവിടെ സൂപ്പർവൈസർ ഉണ്ട്, ഇങ്ങനെ എല്ലാത്തിനും എല്ലാം ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ബിസിനസിനെ കുറിച്ച് പഠിക്കാണല്ലോ നിങ്ങൾ, ബിസിനസ് ആണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ക്ലയന്റോ 2 ക്ലയന്റോ 10 ക്ലയന്റോ 100 ക്ലയന്റോ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സിസ്റ്റം മതി അതിനെ നോക്കി നടത്താൻ. എന്നാൽ ഈ 100 എന്നുള്ളത് ഒരു 10,000 ക്ലയൻസ് ആയിട്ട് വരുമ്പോൾ ഓരോ ക്ലയൻസിനെയും ഹോസ്പിറ്റാലിറ്റി, അവർക്കുള്ള നമുക്ക് ഹോസ്പിറ്റാലിറ്റി കൊടുക്കാൻ, അവരെ നോക്കാൻ, അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റം വേണം. ഇനി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലോക്കൽ സിസ്റ്റം കിട്ടിയിട്ട് കാര്യമുണ്ടോ? എങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിന് ഒരു ഐക്യമില്ല, ഒരു സ്ട്രെങ്ത് ഇല്ല, യൂണിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ 10,000 ആൾക്കാരെ കാര്യം തീരുമാനാക്കാൻ പറ്റുമോ? അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താൽ അതിന്റെ വെൽ ബീയിങ്, അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്, അതിന്റെ ഒരു നല്ല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യമല്ലേ? അതെന്താ? ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. മാത്രമല്ല ആ ബിസിനസ്സിൽ പൈസ അടച്ച് സർവീസ് ആവശ്യപ്പെടുന്ന ക്ലയൻസുകൾക്ക് അവരുദ്ദേശിച്ച സർവീസ് അവർക്ക് കിട്ടണം. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ മാനേജ്മെന്റ് സ്ട്രോങ് ആയിരിക്കണം. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒരുമിച്ച് നിന്നാൽ എന്തുണ്ടോ അവിടെ നമുക്ക് ഒരു സ്ട്രെങ്ത് ഉള്ളൂ എന്ന് പറയാം. ആ ഒരു ഒത്തൊരുമിച്ച് നിൽക്കാൻ അവിടെ ഒരു മാനേജ്മെന്റ് വേണം. ഏകോപിപ്പിക്കണം, അല്ലെ? അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കണം, ഏകോപിപ്പിച്ചിട്ട് വേണം നടത്താൻ. നമ്മൾക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ബാങ്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം കാഷ്യർ എന്ന് പറഞ്ഞ പൈസ അടക്കുന്ന സെക്ഷൻ ഉണ്ടാവും. അവിടെ വേറെ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുകളിലായിട്ട് നമുക്ക് അവിടെ ഒരു ബ്രാഞ്ച് മാനേജറെ കാണാൻ പറ്റില്ലേ? ബ്രാഞ്ച് മാനേജർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ അറിയാം ലേബേഴ്സിനെ കാണാൻ പറ്റും, അവിടെ സൂപ്പർവൈസേഴ്സിനെ കാണാൻ പറ്റും, അവിടെ മാനേജർമാരെ കാണാൻ പറ്റും, ഡയറക്ടറെ കാണാൻ പറ്റും, ചെയർമാൻ, അങ്ങനെ ഒരുപാട് ഒരു പൊസിഷൻ, അതായത് നമുക്ക് ചെയറുകൾ എന്ന് പറയാം, അല്ലെ? നമുക്ക് ഓരോ സ്ഥാനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ അസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും സെക്ഷനുകളിൽ നമ്മൾ ഓരോ പദവികൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? എസ്പ്രിറ്റ് ഡി ക്രോപ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ആ ഒരു വാക്യം ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത് പറഞ്ഞു. ദെൻ ഈക്വിറ്റി, എന്താണ് തുല്യത എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫൈനലി നമ്മൾ പറഞ്ഞു എന്താ? മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിൻ, എന്തുകൊണ്ട് മാനേജ്മെന്റിന് ഒരു അച്ചടക്കം വേണം എന്നുള്ളത് പറഞ്ഞു. അതിലൂടെ നമ്മൾ എന്തൊക്കെ നോക്കി? ഡെലിഗേഷൻ നോക്കി, അതോറിറ്റി നോക്കി, റെസ്പോൺസിബിലിറ്റി നോക്കി, ഫൈനൽ അക്കൗണ്ടബിലിറ്റി നോക്കി. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊഫഷൻ ഉണ്ട്, ഒരു പ്രൊഫഷണലിസം ഉണ്ട് എന്നുള്ളത് നോക്കി. ഈ ഒരു പ്രൊഫഷണലിസം എന്താന്നുള്ള ചോദ്യവും വരാം. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ മക്കളെ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മെൻഷൻ ചെയ്യുന്നത്. ഇതിലൂടെ മാത്രം പോവാ, ഇതിനെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് ഉള്ളിൽ പോവില്ല. ഇത്ര കാര്യങ്ങളെ പരീക്ഷയ്ക്ക് വരുള്ളൂ. സോ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ക്ലാസ് കണ്ടിരിക്കുക, അറിയുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ പരീക്ഷയ്ക്ക് ബിസിനസ് സ്റ്റഡീസ് ഈസ് വെരി ഈസി. ഓക്കെ.